അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ കോൺഫറൻസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ കോൺഫറൻസിന് പോകുന്നത്. നമ്മളുണ്ടോ എല്ലാ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പോകുന്നത്. കാരണം നമ്മൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരവില്ല ഹോട്ടലിലോട്ട്. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച ഒരു റൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എനിക്ക് കാണിക്കണമെന്നുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ബാക്ക് സൈഡ് വ്യൂ. നമ്മൾ തിരിച്ച് ഈ ഹോട്ടലിലോട്ട് വരില്ല, നേരെ കോൺഫറൻസും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ കുറച്ച് പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ പ്ലേസസും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഇതാ ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞങ്ങളുടെ റൂം തുറന്നാൽ കാണുന്ന ഫസ്റ്റ് വ്യൂ. നല്ല രസമില്ലേ കാണാനായിട്ട്? ഞങ്ങളിതൊക്കെ ഈ അവസാനത്തെ നിമിഷത്താട്ടോ മര്യാദയ്ക്ക് കാണുന്നത്. അങ്ങനെ നമ്മൾ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ്. നമ്മുടെ വണ്ടി വന്ന് നമ്മൾ വണ്ടി കയറി സാധനമൊക്കെ ഡിക്കി വെച്ച് നമ്മൾ വണ്ടി കയറി. അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ അടുത്തതായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം ഞങ്ങൾ പോകുന്നത് ഷിഫത്തേൻ്റെ അടുത്തോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഞങ്ങളുടെ ഈ എയർപോർട്ടിൽ നിന്ന് ഭയങ്കര ദൂരമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഹോട്ടൽ കുറച്ചും കൂടി അടുത്തായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പ് തുടങ്ങാം. അതാവുമ്പം അഥവാ നമ്മൾ ലേറ്റ് ആയാലും അത്ര ദൂരം പോയിട്ട് നമുക്ക് പണി കിട്ടത്തില്ലല്ലോ. അങ്ങനെ ചേച്ചി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ പോയി. ഞാനും കാലിത്കയും നിഹയും കാണാത്ത ഹോട്ടലായതുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ട് അവിടെ ആ പരിപാടിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങി അടുത്ത മെട്രോ കയറാനായിട്ട് പോയി. ഇവിടെ എന്തുണ്ടെങ്കിലും മെട്രോയിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഖമായി. പക്ഷേ ഇവിടെ വെച്ച് ഞങ്ങളുടെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് അതെന്താണെന്നറിയോ? ഇത്രയും നേരം ഞങ്ങളൊരു കുഞ്ഞു കഷ്ണം പേപ്പർ വെച്ച് സ്കാൻ ചെയ്ത് പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ വെച്ച് ഞങ്ങൾ അപ്ഗ്രേഡ് ആവാണ് ഗൈസ്. ഞങ്ങൾ കാർഡ് വാങ്ങി. അപ്പോൾ ഈ കാർഡിൻ്റെ പൈസ തീരുന്ന വരെ നമുക്ക് മെട്രോയിൽ ഈ കാർഡ് വെച്ച് സ്കാൻ ചെയ്താൽ മതി. പൈസ തീർന്നാൽ അവർ നമ്മളെ ഇറക്കി വിടും, അല്ലെങ്കിൽ എക്സിറ്റ് നോട്ട് ഫൗണ്ട് എന്ന് അവർ കാണിക്കും. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല, കയറാനും പറ്റത്തില്ല. പിന്നെ കയറണമെങ്കിൽ റീചാർജ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അടുത്ത മെട്രോ പിടിച്ചു അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ നടക്കുന്നത് കാണുമ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടക്കുന്നത് ഈ സ്ട്രീറ്റ് ഫുഡ് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെന്ന്. അല്ല ഗായ്സ്, ഇതൊന്നും ആയിരുന്നില്ല. ഈ കാണുന്നതായിരുന്നു എൻ്റെ ഡെസ്റ്റിനേഷൻ. ഇതാണ് റെഡ് ഫോർട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ? ചവന്നിരിക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ടാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അയ്യോ, എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ റെഡ് ഫോർട്ട് എല്ലാം കണ്ട് ഒരു ഓട്ടോയിലേക്ക് കയറി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോവുകയാണേ. ഈ ഓട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ കഥയിലൊക്കെ കേൾക്കില്ലേ, ഭയങ്കര ഭയാനകരവും സാഹസികമായിരുന്നൊരു യാത്രയായിരുന്നു അതെന്ന്. അതുപോലൊരു യാത്രയായിരുന്നു. തൊട്ടടുത്ത് പോകുന്ന വണ്ടികളെയൊക്കെ നമുക്ക് തൊട്ട് പോകാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ജുമാ മസ്ജിദിലോട്ടായിരുന്നു. അവിടെ കണ്ടു ഇത്രയും നേരം ഡൽഹിയിലുണ്ടായിരുന്ന ഒച്ചപ്പാടും ബഹളവും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാമായിരുന്നു. അത് മീൻസ് അത്ര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഞാൻ സ്കേർട്ട് ഇട്ടതുകൊണ്ട് തന്നെ അവരെനിക്കൊരു ഗൗണ് തന്നു ഇടാനായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ. അങ്ങനെ നമ്മൾ ജുമാ മസ്ജിദൊക്കെ കഴിഞ്ഞു, റെഡ് ഫോർട്ടും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും അടുത്ത നമ്മുടെ മെയിൻ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് ഗൈസ്. അങ്ങനെ അന്നത്തെ പരിപാടി ഒരു ചായ കുടിയോടെ ഞാനങ്ങ് അവസാനിപ്പിച്ചു.